ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 9 ഹിന്ദിയാണ്. ഫസ്റ്റ് യൂണിറ്റ് പുൽ ബനി തീമ. എഴുതിയിരിക്കുന്നത് നരേന്ദ്ര പുണ്ടരീക്കാണ്. പുൽ എന്ന് പറഞ്ഞാൽ പാലം എന്നാണ് അർത്ഥം. ഇതുപോലെ എല്ലാവരെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ടാണ് അമ്മ നിന്നിരുന്നത് എന്നാണ് പറയുന്നത്. മയ്യാക്കി ആയി വൃദ്ധാശ്രം സെ ചിട്ടി കേസേ ഹോ ബേട്ട. അമ്മയുടെ കത്ത് എവിടെ നിന്ന് വന്നു എന്നാണ് പറയുന്നത്? വൃദ്ധാശ്രമത്തിൽ നിന്ന് വന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് മകനോട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ, നിനക്ക് സുഖമല്ലേ എന്ന് അമ്മ ആ കത്തിലൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ആ ഒരു കവിത എന്തിനെ പറ്റിയാണ് പറയുന്നത്? നല്ല കാലത്തൊക്കെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അമ്മ നമ്മളെയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ വയസ്സാവും തോറും എന്താണ്, മക്കൾക്ക് ഈ പാരൻസ് അമ്മയൊക്കെ ഒരു ഭാരമായി തോന്നുന്നു അല്ലേ. അവർക്ക് പറ്റുന്ന കാലത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് അവർ ചെയ്തു തരുന്നുണ്ട് അല്ലേ. പക്ഷെ അവർക്കൊന്ന് വയസ്സായി കഴിഞ്ഞാൽ അവരെന്ന് പുറത്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ചോദിക്കാനോ ആർക്കും നേരമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം വൃദ്ധാശ്രമങ്ങളൊക്കെ കൂടി വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ആദ്യം നമുക്ക് മീനിങ്സ് നോക്കാം, അത് കഴിഞ്ഞിട്ട് ലെസൻ്റെ എക്സ്പ്ലനേഷനും സമ്മറിയും ഒക്കെ നോക്കാം. ഓക്കെ. പുൽ എന്ന് പറഞ്ഞാൽ പാലം. മയ്യ അമ്മ. ദോഡ്തി ഓടുക. ബേധടക് നിർത്താതെ. ആയേ ദിൻ കടന്നു വരുന്ന ദിനങ്ങൾ. ഹാത്തോ ഹാത്ത് രഹത്തി നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. ബത്തി ലൈറ്റ്. അചാനക് പെട്ടെന്ന്. ടൂട്ടി നിർബലയാവുക. ആദത് ശീലം. ആവാസ് ശബ്ദം. കന്ത ഷോൾഡർ. ധീരെ പതുക്കെ. മെഹസൂസ് ഫീൽ ചെയ്യുക. ഋഷഭ് കന്ത ദൃഢമായ ചുമലുകൾ. ഭാരിച്ചതാവുക. ബദൽത്തെ മാറുക. ആഹിർ അവസാനം. കന്ത ഉത്തർന ദുർബലയാവുക. ബുഡാന വാർദ്ധക്യം. ഹം ഭായിയോ കെ ബീച്ച് പുൽ ബനി തീമ. ഞങ്ങൾ ബ്രദേഴ്സിൻ്റെ ഇടയിൽ ഇവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ എങ്ങനെയായിരുന്നു? ഒരു പുല്ലായിരുന്നു, ഒരു പാലം പോലെ ആയിരുന്നു. ജിസ്മേ ആയേ ദിൻ ദോഡ്തി രഹത്തി തീ ബേധടക് ബിനാ കിസി ഹരി ലാൽ ബത്തി കെ ഹം ലോഗോं की ചുക് ചുക് ചക് ചക്. അമ്മേനെ എന്തായിട്ടാണ് പറയുന്നത്? അമ്മേനെ ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ പാലമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഓടുന്ന ഒരു റെയിൽ ഗാഡി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ട്രെയിനാണ് ഞങ്ങളല്ലേ. അതിനൊരു റെഡ് ലൈറ്റോ ഗ്രീൻ ലൈറ്റോ ഇല്ല. ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഹരി ലാൽ ബത്തി ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ കാണിച്ചിട്ടുള്ള പോലെ ട്രാഫിക് ലൈറ്റ് എങ്ങനെയാണ് കണ്ടോ, ഇങ്ങനെ റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും ഒക്കെ ഉണ്ടാവും. പക്ഷെ എങ്ങനെയാണ്, അങ്ങനെ ഒരു റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും ആയിരുന്നില്ല. റെഡ് ലൈറ്റോ ഗ്രീൻ ലൈറ്റോ ഒന്നുമില്ല. അതായത് ഒരു നിർത്തലും റീസ്റ്റാർട്ടിങ് ഒന്നുമില്ല. ആ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഹം ലോഗോं की ചുക് ചുക് ചക് ചക്. ചുക് ചുക് ചക് ചക് എന്ന് പറയുന്ന ആ ട്രെയിൻ പോകുമ്പോൾ ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അതിനെയാണ് ചുക് ചുക് ചക് ചക് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിതാ കെ ബാദ് ഹം ഭായിയോं के बीच പുൽ ബനി മാ. പിതാ കെ ബാദ് ഹം ഭായിയോं के बीच. അച്ഛൻ മരിച്ചു പോയ ശേഷം അല്ലെങ്കിൽ അച്ഛൻ ഇല്ലാതെ വന്നതിന് ശേഷം ഞങ്ങൾ ഭായിയോं के बीच, ഞങ്ങൾ ബ്രദേഴ്സിൻ്റെ ഇടയിൽ എന്താണ്, പുൽ ബനി തീമ, ഒരു ബ്രിഡ്ജായിരുന്നു അല്ലേ. ഞങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു അമ്മ. അചാനക് നഹി ടൂട്ടി ധീരെ ധീരെ ടൂട്ടി രഹി. പെട്ടെന്നൊന്നുമല്ല. അചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നുമല്ല. അമ്മ ടൂട്ടന എന്ന് പറഞ്ഞാൽ എന്താ, വയ്യാതാവുക അല്ലെ. ടൂട്ടന എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ പറയാം പൊട്ടുന്നതിനാണ് പറയുക. ഇവിടെ പറയുന്നത് അമ്മ നിർബലയാവുകയാണ് അല്ലേ. അമ്മയുടെ ശക്തിയൊക്കെ ചോർന്നു പോവാണ്. അപ്പോൾ പെട്ടെന്നൊന്നുമല്ല അമ്മ നിർബലയായത്. ധീരെ ധീരെ ടൂട്ടി രഹി. മെല്ലെ മെല്ലെ അതങ്ങനെ ആ നിർബലയായിക്കൊണ്ടിരുന്നു. ഹം ദേഖ്തേ രഹേ ഓർ മാൻതേ രഹേ കി ബുഡാ രഹി ഹേമ. ഞങ്ങളിത് കണ്ടുകൊണ്ടേയിരുന്നു അല്ലെ. ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അമ്മയ്ക്ക് വളരെയേറെ പ്രായമായിരിക്കുന്നു. അപ്പോൾ അമ്മ ഈ നിർബലയാവുന്നത് എന്താണ്, ഞങ്ങളിത് കണ്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വയസ്സായിക്കൊണ്ടിരിക്കുന്നു. ബുഡാന എന്ന് പറഞ്ഞാൽ എന്താ, പ്രായമേറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അല്ലേ. മാ കെ ബാർ ബാർ കഹനെ കോ ഹം മാൻകർ ചലത്തെ രഹേ. उसके बूढ़े होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माँ के बार बार कहने को हम मानकर चलते रहे. അമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്.
അപ്നി ഹർ ആവാസ് മേ ധീരെ ധീരെ ടൂട്ടി രഹീമ. തൻ്റെ ഓരോ വാക്കുകളിലും അമ്മയുടെ അവശതകൾ കണ്ടു തുടങ്ങി എന്നാണ് പറയുന്നത്. ഹാത്തോ ഹാത്ത് രഹത്തി മാ ഏക് ദിൻ ഹമാരെ കന്തോ മേ ആ ഗയി. ധീരെ ധീരെ മെഹസൂസ് കർനെ ലഗേ ഹം അപ്നെ ഋഷഭ് കന്തോ മേ മാ കാ ബാരി ഹോന. അപ്പോൾ ഹാത്തോ ഹാത്ത് രഹത്തി മാ, എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ കൂടെ നടന്നിരുന്ന അമ്മ. ഏക് ദിൻ ഹമാരെ കന്തോ മേ ആ ഗയി. കന്ത എന്ന് പറഞ്ഞാൽ ഷോൾഡർ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു ദിവസം, അപ്പോൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ നടന്നിരുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരുന്ന അമ്മ ഒരു ദിവസം ഞങ്ങളുടെ ഷോൾഡറിലായി, ചുമലിലായി എന്ന് പറഞ്ഞാൽ എന്താ, അമ്മയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു, അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കേണ്ടി വന്നു. ധീരെ ധീരെ മെഹസൂസ് കർനെ ലഗേഹം, മെല്ലെ മെല്ലെ ഞങ്ങൾക്ക് മെഹസൂസ് ഹോന എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്യുക, മനസ്സിലാക്കുക. മെല്ലെ മെല്ലെ ഞങ്ങളിത് മനസ്സിലാക്കി തുടങ്ങി. എന്താണ്, അപ്നെ ഋഷഭ് കന്തോ മേ മാക്ക ബാരി ഹോന. ഋഷഭ് കന്ത എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഷോൾഡേഴ്സ് അല്ലേ. മക്കൾ എന്താണ്, മക്കൾക്ക് ഇപ്പോഴും മക്കളൊക്കെ യങ് ആണ്, അവരിപ്പോഴും ചെറുപ്പക്കാരാണ്. പക്ഷേ അത്രയും ചെറുപ്പക്കാരായിട്ടും അത്രയും ശക്തിയുള്ള ചുമലുകളായിട്ടും, അല്ലെങ്കിൽ അമ്മയെ താങ്ങാനുള്ള ശക്തി ഞങ്ങൾക്കില്ല, അല്ലെങ്കിൽ അമ്മേനെ നോക്കാൻ അവർക്കൊരു ഇഷ്ടമില്ലാത്തത് അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. ഓക്കെ. ജബ് തക് ജീവിത് രഹി മാ ഹം ബദൽത്തെ രഹെ അപ്നെ കന്തേ. അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അല്ലേ, നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും, വയസ്സായി കഴിഞ്ഞാൽ എങ്ങനെയാണ്, 2 മക്കൾ അല്ലെങ്കിൽ 3 മക്കളുണ്ടെങ്കിൽ ഒരു മാസം ഒരു മോൻ്റെ വീട്ടിൽ, രണ്ടാമത്തെ മാസം മറ്റേ മോൻ്റെ വീട്ടിൽ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് ഈ പ്രായമായവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, അമ്മയ്ക്ക് പ്രായമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഷോൾഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഞങ്ങൾ ഈ ഉത്തരവാദിത്വം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരുന്നു. മാ ആഹിർ മാ ഹി ജബ് തക് ജീവിത് രഹി മാ ഹം ബദൽത്തെ രഹെ അപ്നെ കന്തേ. അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അല്ലേ, അമ്മയ്ക്ക് പ്രായമായി, അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്താണ്, ഞങ്ങളിങ്ങനെ ഈ റെസ്പോൺസിബിലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരുന്നു. നമ്മളൊക്കെ കാണാറുണ്ട് അല്ലേ, പ്രായമായി കഴിഞ്ഞാൽ അമ്മയ്ക്ക് 3 മക്കളുണ്ടെങ്കിൽ ഒരു മാസം ഒരു മോൻ്റെ വീട്ടിൽ, രണ്ടാമത്തെ മാസം മറ്റൊരു മോൻ്റെ വീട്ടിൽ. കാരണം എന്താണ്, ഫുള്ളായിട്ട് ആ അമ്മേനെ അല്ലെങ്കിൽ അച്ഛനെ അവർക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ല. അവരൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, അവർക്ക് അതിന് നേരമില്ല, അവർക്ക് സൗകര്യമില്ല. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞങ്ങൾ ഈ റെസ്പോൺസിബിലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടേയിരുന്നു. മാ ആഹിർ മാ ഹി തോ ഹേ. അമ്മ ആഹിർ, ആഹിർ എന്ന് പറഞ്ഞാൽ അവസാനം, അമ്മ എന്തായാലും അമ്മ തന്നെയല്ലേ. ബാർ ബാർ ഹമേ കന്തേ ബദൽത്തെ ദേഖ് ഹമാരെ കന്തോ സേ ഉത്തർ ഗയി മാ और माँ के कंधों से उतरते ही उतर गए हमारे कंधे. माँ आहिर माँ ही तो है ബാർ ബാർ ഹമേ കന്തേ ബദൽത്തെ ദേഖ്. അമ്മ തന്നെയല്ലേ, അമ്മയ്ക്ക് എത്ര പ്രായമായാലും എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. വീണ്ടും വീണ്ടും ഞങ്ങൾ ഈ റെസ്പോൺസിബിലിറ്റി അമ്മേനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് കണ്ട് ഹമാരെ കന്തോസെ ഉത്തർ ഗയിമ, ഞങ്ങളുടെ ഷോൾഡേഴ്സിൽ നിന്നും, ഹമാരെ കന്തോസെ ഉത്തർ ഗയി എന്ന് പറഞ്ഞാൽ എന്താ, അമ്മ ഞങ്ങളെ വിട്ടുപോയി. അമ്മയാകുന്ന റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോചനം തന്നു അല്ലെ, ഞങ്ങളെല്ലാവരും മോചിപ്പിച്ചതുപോലെ അമ്മ ഞങ്ങളെ വിട്ടുപോയി. और माँ के कंधों से उतरते ही उतर गए हमारे कंधे. അമ്മ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ അമ്മ ഞങ്ങളെ വിട്ടു പോയതോടുകൂടി ഉത്തർ ഗയേ ഹമാരെ കന്തേ എന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങളുടെ ഷോൾഡേഴ്സ്, ബലമുള്ള ഷോൾഡേഴ്സ് ആയിരുന്നു അമ്മ ഉള്ളപ്പോഴൊക്കെ അല്ലേ, എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ളൊരമ്മ, ഞങ്ങൾക്ക് എന്നും താങ്ങായി നിന്നിരുന്ന അമ്മ ഞങ്ങളെ വിട്ടു പോയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്ത്, ഞങ്ങളുടെ ശക്തിയെല്ലാം ചോർന്നു പോയി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അമ്മയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, അമ്മ എത്രത്തോളം ജീവിതത്തിൽ പ്രധാനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് അമ്മ ഞങ്ങളെ വിട്ട് പോയപ്പോഴാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു കവിത വരുന്നത്. പുൽ ബനി തീ മാസെ ക്യാ താത്പര്യ ഹേ. അമ്മ ഒരു പുല്ലായിരുന്നു, അമ്മ ഒരു പാലമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ,
पुल दो किनारों को आपस में जोड़ता है माँ पुल के समान है माँ परिवार के सदस्यों को आपस में जोड़ने वाली एक കടി है. അപ്പോൾ എന്താ പറയുന്നത്? പാലം എന്ന് പറഞ്ഞാൽ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ ആ നദിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സ്ഥലങ്ങളെ യോജിപ്പിക്കുന്നതാണ് പാലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് അമ്മയും. അമ്മ എങ്ങനെയാണെന്നാ പറയുന്നത്? മാ പരിവാർ കെ സദസ്യോं को आपस में जोड़ने वाली एक कड़ी है. ആ കുടുംബത്തിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കടി അല്ലെങ്കിൽ ഒരു കണ്ണി. കടി എന്ന് പറഞ്ഞാൽ കണ്ണി എന്നാണ്. അതായത് ആ കുടുംബത്തിലെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു കണ്ണിയാണ് അമ്മ എന്നാണ് പറയുന്നത്. ബുഡാ രഹി ഹേ മാ ഇസ്കാ ആശയ് ക്യാ ഹേ. അമ്മയ്ക്ക് പ്രായമായിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ആശയം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതാണ് ആൻസർ വരുന്നത്. മാനസിക് രൂപ് സെ വഹ് ധീരെ ധീരെ കംസോർ ഹോത്തി ഗൈ. പ്രായമായാൽ എന്താണ്? ബുദ്ധിക്കൊക്കെ തകരാറ് സംഭവിക്കും അല്ലേ, ഓർമ്മക്കുറവൊക്കെ സംഭവിക്കും. അപ്പോൾ മാനസികമായ രീതിയിൽ അമ്മയ്ക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ശരീർ പർ ബുഡയപ്പേക്ക അസർ ദിക്നെ ലഗ. ശരീരം ഇങ്ങനെ തന്നെയാണ്, സ്കിന്നൊക്കെ ആകെ ചുക്കി ചുളിയും അല്ലേ. അപ്പോൾ അങ്ങനെ കണ്ണുകളൊക്കെ കുഴിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെയുള്ള പല മാറ്റങ്ങളും അമ്മയിൽ കണ്ടു തുടങ്ങി എന്നാണ് പറയുന്നത്. മാ ആഹിർ മാ ഹി തോ ഹേ ഇസേ അപ്നെ ആപ്നെ ക്യാ സംജ. അമ്മ എന്തായാലും അമ്മ തന്നെയല്ലേ, അമ്മ അവസാനം അമ്മ തന്നെയല്ലേ. ഈ ഒരു വാക്കിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? മാ ആഹിർ മാ ഹി തോ ഹേ. അമ്മ അമ്മ തന്നെയല്ലേ. മാക്കോ മാലൂം ഹോ ജാതാ ഹേ കി വഹ് ബേട്ടോ കെ ലിയേ ബോझ് ബൻ ഗയി ഹേ. അപ്പോൾ അമ്മ, വയസ്സായ അമ്മ സ്വന്തം മക്കൾക്ക് ബാധ്യതയാണ്. ബോझ് എന്ന് പറഞ്ഞാൽ ബാധ്യത, ബാധ്യതയാണെന്ന് അമ്മ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അമ്മ അമ്മ തന്നെയല്ലേ അല്ലേ. തൻ്റെ മക്കളുടെ ഓരോ ചിന്തകളും അറിയുന്ന ഒരു വ്യക്തിയാണ് അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അവർ പറയാതെ തന്നെ പല കാര്യങ്ങളും മനസ്സിലായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ലിഖേ നിമ്നലിഖിത് ആശയ് കവിത കി കിൻ കിൻ പങ്ക്തിയോ മേ ഹേ. ഈ പറയുന്ന ആശയം കവിതയിലെ ഏത് വരികളിലാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ബേട്ടോ കാ ജീവൻ ബേ റോക്ക് ടോക്ക് ചൽത്തി ഗാഡി കെ സമാൻ രഹ. മക്കളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റെഡ് ലൈറ്റോ ഗ്രീൻ ലൈറ്റോ ഇല്ലാതെ, ഒരു നിർത്തലുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി പോലെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് പറയുന്നത് ഏത് ലൈൻസാണ്? ഇതാണ് ഉത്തരം. ജിസ്മേ ആയേ ദിൻ ദോഡ്തി രഹത്തി തി ബേതഡക് बिना किसी हरी लाल बत्ती के हम लोगों की छुक छुक छक छक. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ ഉത്തരം. ഇനി രണ്ടാമത്തെ, മാ കി ദേഖ്ഭാൽ കി ജിമ്മേദാരി ബേട്ടോം പർ ആ ഗയി. അമ്മയെ നോക്കേണ്ട ആ ഒരു ജിമ്മേദാരി, ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മക്കൾ ഏറ്റെടുക്കേണ്ടി വന്നു. ഏതാണ്? ഇതാണ് ഉത്തരം. ഹാത്തോ ഹാത്ത് രഹത്തി മാ ഏക് ദിൻ ഹമാരെ കന്തോ മേ ആ ഗയി. അപ്പോൾ എന്താണ്? അമ്മയുടെ റെസ്പോൺസിബിലിറ്റി ഞങ്ങളുടെ ഷോൾഡറിലേക്കായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് വന്നു എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, ബേട്ടെ അപ്നെ ദായിത്വ ബദൽത്തെ രഹേ. മക്കൾ സ്വന്തം ഉത്തരവാദിത്വം കൈമാറിക്കൊണ്ടിരുന്നു. ഇതാണ് ഉത്തരം. ജബ് തക് ജീവിത് രഹി മാ ഹം ബദൽത്തെ രഹേ അപ്നെ കന്തേ. അമ്മ എന്ന ഉത്തരവാദിത്വം ഞങ്ങൾ എപ്പോഴും കൈമാറിക്കൊണ്ടേയിരുന്നു. ഇനി അവസാനത്തെ, മാ കെ ചലേ ജാനെ സെ ബേട്ടെ ബേസഹാരെ ബനെ. അമ്മ പോയപ്പോൾ, അമ്മ അവരെ വിട്ടു പോയപ്പോൾ, അമ്മ മരിച്ചു പോയപ്പോൾ അവർക്ക് എന്താണ്? അവർക്കൊരു സപ്പോർട്ടില്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്തു, അവർക്ക് ആരും ഇല്ലാത്തതുപോലെ അവർക്ക് ഫീൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഏതാണ്? ഓർ മാ കെ കന്തോസ് और माँ के कंधों से उतरते ही उतर गए हमारे कंधे. അമ്മ ഞങ്ങളെ വിട്ടു പോയതോടുകൂടി ഏറ്റവും ബലിഷ്ഠമായ ഞങ്ങളുടെ ആ ഷോൾഡേഴ്സ് എന്താണ് പറയുക, തീരെ ബലമില്ലാത്തതുപോലെ ഞങ്ങൾക്ക് തോന്നി, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പ്രാപ്തിയില്ലാത്തതുപോലെ ഞങ്ങൾക്ക് തോന്നി. അതാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്നത് കവിത കാ പരിചയ ദേത്തെ ഹുവേ ടിപ്പണി ലിഖേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമ്മറിയും ഇതുപോലെ തന്നെ എഴുതാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് സമ്മറി പറയാഞ്ഞത്. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ടിപ്പണി എഴുതുമ്പോൾ എന്താണ്? ഫസ്റ്റ് നമ്മളൊരു ഹെഡിങ് കൊടുക്കണം അല്ലേ. അപ്പോൾ പുൽബനി തീമാന്ന് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ ബദൽത്തെ പാരിവാരിക് സംബന്ധോക്കി ആലോചന അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. മാറി വരുന്ന
മാറി വരുന്ന കുടുംബ ബന്ധങ്ങളെ പറ്റി ഒരു ചർച്ച എന്ന് നമ്മൾക്ക് പറയാം. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്താണ് ഈ കവിത പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ കവിതയെ കുറിച്ചിട്ടുള്ള ആ ഒരു കവിതയുടെ സമ്മറി കൊടുക്കും, പിന്നെ ഒരു കൺക്ലൂഷനും കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. കവിത പുൽ ബനി തീ മാ ബൂढ़े बुजुर्गों के प्रति दायित्वों से विमुख होती जा रही नई पीढ़ी के व्यवहार को दर्शाता है. പുൽ ബനി തീമ എന്ന കവിത എന്താണ്? ബൂഢി ബുസുർഗും വയസ്സായവരോടുള്ള ഉത്തരവാദിത്വങ്ങൾ എങ്ങനെയാണ് ഈ ന്യൂ ജനറേഷൻ, ഇപ്പോഴുള്ള ജനറേഷൻ അവരോട് കാണിക്കുന്ന ആ ഒരു വിമുഖതയാണ് ഈ പുൽ ബനി തീമ എന്ന കവിതയിലൂടെ നരേന്ദ്ര പുണ്ടരീക് നമുക്ക് കാണിച്ചു തരുന്നത്. കവിതാസ് മേ മാ കെ പുൽ ഹോനെ ഔർ പുൽ സെ ബോझ ബനനെ കി ഹാലത് പർ ചർച്ച കീ ഗയി ഹെ. കവിതയിൽ എന്താ പറയുന്നത്? അമ്മ ഫസ്റ്റ് ഒരു ബ്രിഡ്ജ് പോലെ, ഒരു പാലം പോലെ അല്ലെങ്കിൽ ഒരു കണ്ണി പോലെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ വയസ്സാവും തോറും എന്താണ്, ഈ എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തുന്ന ഈ അമ്മ തന്നെ എല്ലാവർക്കും ഒരു ബോझ്, ഒരു ഭാരമാവുന്നു എന്ന രീതിയിലാണ് കവിത അവസാനിക്കുന്നത്. ഓക്കെ, കവിത കാ ആശയ माँ भाइयों के बीच पुल बनी थी. पुल दो किनारों को आपस में जोड़ता है. माँ परिवार के हर सदस्य को आपस में जोड़ने वाली कड़ी है. इस माँ रूबी पुल से बच्चों की जिंदगी रूबी रेलगाड़ी बेरोक टोक चलती रही. पिता के चल बसने के बाद भी भाइयों के बीच माँ पुल बनी रही. माँ धीरे धीरे टूटने लगी, यानी मानसिक रूप से वह धीरे धीरे कमज़ोर होती गई. उसके शरीर पर बुढ़ापे का असर दिखने लगा. वह शारीरिक रूप से भी कमज़ोर होने लगी थी. അമ്മ ആ ബ്രദേഴ്സിൻ്റെ ഇടയിൽ എങ്ങനെയാണ്? ഒരു പാലം പോലെയാണ് നിന്നിരുന്നത്. അവരെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു കണ്ണിയായിരുന്നു അമ്മ, അല്ലേ? माँ रूबी पुल से बच्चों की जिंदगी रूबी रेलगाड़ी बेरोक टोक चलती रही. അമ്മ എന്ന് പറയുന്ന ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ ആ മക്കളുടെ വണ്ടി അല്ലെങ്കിൽ മക്കളുടെ ആ ജീവിതം ഒരു അല്ലലുമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. पिता के चल बसने के बाद भी भाइयों के बीच माँ पुल बनी रही. അച്ഛൻ്റെ കാലശേഷവും അമ്മ തന്നെയാണ് ഈ മക്കളെ യോജിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് നിന്നിരുന്നത്. മാ ധീരെ ധീരെ ടൂട്ട്നെ ലഗി. മെല്ലെ മെല്ലെ അമ്മയ്ക്ക് പ്രായമായി തുടങ്ങി, അമ്മ നിർബലയായി തുടങ്ങി. യാനി മാനസിക് രൂപ് സെ വഹ് ധീരെ ധീരെ കംസോർ ഹോത്തി രഹി. മാനസികമായ രീതിയിലും അമ്മയ്ക്ക് പല ബുദ്ധിമുട്ടുകളും കണ്ടു തുടങ്ങി. കംസോർ ഹോന എന്ന് പറഞ്ഞാൽ വീക്കാവുക. उसके शरीर पर बुढ़ापे का असर दिखने लगा. वह शारीरिक रूप से भी कमजोर होने लगी. മാനസികമായ രീതിയിൽ മാത്രമല്ല ശരീരത്തിലും ഈ പ്രായമാവുന്നതിൻ്റെ വ്യത്യാസങ്ങൾ അമ്മയ്ക്ക് കണ്ടു തുടങ്ങി, അല്ലേ? ഒന്ന് നടുവൊന്ന് കുനിയും, അല്ലെങ്കിൽ കണ്ണ് കാണാതെയാവും, സ്കിന്നൊക്കെ ആകെ ചുളിയും. അപ്പോൾ അങ്ങനെ പല വ്യത്യാസങ്ങളും അമ്മയ്ക്ക് വന്നു തുടങ്ങി. അപ്പോൾ ശാരീരികമായ രീതിയിലും മാനസികമായ രീതിയിലും അമ്മയിൽ പല വ്യത്യാസങ്ങളും വന്നു. പിന്നെ എന്താ പറയുന്നത്? ജബ് തക് ബൂഢി മാ ജീവിത് രഹി ബേട്ടെ മാ കി ദേഖ്രേഖ് കി സിമ്മേദാരി ഏക് ദൂസരെ കെ കന്ധോം പർ ഡാൽത്തെ രഹേ. അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അമ്മയെ നോക്കാനുള്ള ആ റെസ്പോൺസിബിലിറ്റി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അവർ കൈമാറിക്കൊണ്ടിരുന്നു. സാരി സിന്ദഗി ബേട്ടോं के लिए जीने वाली माँ ബുഢാപ്പെ മേ ബേട്ടോं के लिए ബാർ ബൻ ഗയി. സ്വന്തം ജീവിതം മുഴുവൻ മക്കൾക്കായിട്ട് നീക്കിവെച്ച ആ അമ്മയുടെ വയസ്സുകാലത്ത് അമ്മയെ നോക്കുക എന്നുള്ളത് മക്കൾക്ക് വലിയൊരു ഭാരമായി തോന്നി. पर माँ के मातृत्व ने बेटों की इस कठिनाई को सह नहीं पाया. അമ്മയെ നോക്കുക എന്നുള്ളത് അവർക്കൊരു ബുദ്ധിമുട്ടാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അപ്പോൾ അവരുടെ ആ ബുദ്ധിമുട്ട് പോലും അമ്മയ്ക്ക് കണ്ടു നിൽക്കാനായില്ല. वह स्वयं उनके कंधों से उतर गई, मतलब उसका अंतिम प्रयाण हो गया. അമ്മ സ്വയം അവർക്ക് ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് മുക്തി നൽകി. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അമ്മ അവരെ വിട്ടുപോയി, അമ്മ മരിച്ചുപോയി. മാँ के अभाव में बेटे निराश्रय और दुर्बल हो गए. അമ്മ അവരെ വിട്ടു പോയപ്പോഴാണ് അവർക്ക് എന്ത് തോന്നിയത്? അവർ ഭയങ്കര വീക്കാണ്, അവർക്കൊരു സപ്പോർട്ടില്ല, അവർക്ക് ഒരാശ്രയമില്ല എന്ന് മക്കൾ അപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നാണ് ഈ കവിതയിലൂടെ പറയുന്നത്.
ഇനി നമുക്ക് കൺക്ലൂഷൻ എങ്ങനെ കൊടുക്കാം? ഇങ്ങനെ കൊടുക്കാം കൺക്ലൂഷൻ: വർത്തമാൻ സന്ദർഭ മേ യഹ് കവിത അധിക് പ്രാസംഗിക് ഹെ. ഈ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ജനറേഷനിൽ ഈ കവിതയ്ക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഭോഗെ ഓർ ഫേക്കെ സംസ്കൃതി കെ ഗുലാം ഹോത്തി രഹി നയി പീഡി കോ മാതാപിതാ ബോജ് ബൻ ജാത്തെ ഹെ. ഭോഗെ ഓർ ഫേക്കെ എന്ന് പറഞ്ഞാൽ എന്താ? യൂസ് ആൻഡ് ത്രോ അല്ലേ? നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മാത്രം ഒരാളെ ഉപയോഗിക്കുക, അത് കഴിഞ്ഞാൽ അത് വലിച്ചെറിയുക അല്ലേ? ആ ഒരു ബിഹേവിയറാണ് അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ ഉള്ള ന്യൂ ജനറേഷനിലുള്ള എല്ലാവർക്കും തന്നെ. അപ്പോൾ അമ്മയുടെ എന്താണ്, അമ്മ ചെറുപ്പകാലത്തൊക്കെ നോക്കാൻ നമ്മുടെയൊക്കെ അമ്മ വേണം, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാൻ നമുക്ക് അമ്മ വേണം. അമ്മയ്ക്ക് അതിന് പറ്റാതായപ്പോൾ ഇനി അമ്മയെക്കൊണ്ട് നമുക്കൊരു ഉപയോഗമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്താണ്, അമ്മയെ എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കണമെന്ന ചിന്തയാണ് നമുക്ക് വരുന്നത്. उन्हें एक ही विचार है कि इस बोझ को किसी न किसी रूप में छोड़ दे. ഈ ഒരു ഭാരത്തെ എങ്ങനെയുമൊക്കെ ആരുടെയും തലയിൽ കെട്ടിവെക്കണമെന്നുള്ള ഒരു ചിന്ത മാത്രമേ നമുക്കുള്ളൂ. इसलिए ही हमारे समाज में वृद्ध मंदिरों की संख्या बढ़ती जा रही है. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ വൃദ്ധാശ്രമങ്ങളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. निश्चय ही यह कविता हमें एक बार फिर सोचने के लिए बाध्य बना देती है. ഉറപ്പായും ഈ ഒരു കവിത നമ്മളെ പല കാര്യങ്ങളെ പറ്റിയും ഒന്നും കൂടി ചിന്തിപ്പിക്കും അല്ലേ? നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ള വയസ്സായ ആൾക്കാരുണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് അവരോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്, അല്ലെങ്കിൽ പലരും അവരോട് പെരുമാറുന്നത് എങ്ങനെയാണ്, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി ചിന്തിച്ചു പോവും. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടിപ്പണി വരുന്നത്. അപ്പോൾ ഇത്രയും കവിതേനെ ബേസ് ചെയ്തിട്ട് കുറച്ച് അഡീഷണൽ ചോദ്യങ്ങളും കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഇതും കൂടി നോട്ടിലേക്ക് എഴുതിയെടുക്കുക. बेटों की जीवन रूपी गाड़ी माँ रूपी पुल से चलती रहती थी. कैसी चलती रहती? അമ്മയാവുന്ന ബ്രിഡ്ജിൽ കൂടെയാണ് മക്കളുടെ ആ ഒരു ട്രെയിൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് പോകുന്നത്? ബേതടക് മാനെ ബേ റോക്ക് ടോക്ക് അർത്ഥാത് ബിനാ കിസി റുക്കാവട്ട് കെ. എന്താ പറയുക, ഒരു സ്റ്റോപ്പും ഇല്ലാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, നിർത്താതെ പോകുന്നു എന്നാണ് പറയുന്നത്. ധീരെ ധീരെ ടൂട്ടി രഹി സെ ആപ്നെ ക്യാ സംജ. മെല്ലെ മെല്ലെ ആയിട്ട് അവർ ക്ഷീണിതയായിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? കിസി കാ ടൂട്ട്ന ക്യാ ഹോത്താ ഹെ. ഒരാൾ പൊട്ടിപ്പോവുക എന്ന് പറയുന്നത്, ടൂട്ട്നയുടെ മീനിങ് കറക്റ്റായിട്ട് എന്താണ്? പൊട്ടുക എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു മീനിങ് ഇതിൽ എന്തുകൊണ്ടാണ് വരുന്നത്? ഇവിടെ എന്താ മീനിങ്? ടൂട്ട്ന എന്ന് പറഞ്ഞാൽ അമ്മയുടെ ദുർബലയാവുക അല്ലേ? അമ്മയുടെ ബലമൊക്കെ ചോർന്നു പോകുന്നതിനെയാണ് ഇവിടെ കവി ടൂട്ട്ന എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. മാ കാ ടൂട്ട്ന ക്യാ ഹോഗ. മാ കാ ടൂട്ട്ന എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? മാ കംസൂർ ഹോനെ ലഗി, ദുർബൽ ഹോനെ ലഗി. അമ്മയുടെ സ്ട്രെങ്ത് ഒക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി, അവർ ദുർബലയായി തുടങ്ങി. ഹാത്തോ ഹാത്ത് രഹത്തി മാ കാ അർത്ത് ക്യാ ഹെ. ഈ ഒരു മുകളിലെ ലൈനിൽ കൊടുത്തിട്ടുണ്ട് ഹാത്തോ ഹാത്ത് രഹത്തി മാ ഏക് ദിൻ ഹമാരെ കന്തോ മേ ആ ഗയി. അപ്പോൾ ആ ഒരു ലൈൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആൻസർ നോക്കാം നമുക്ക്. യഹാ മാ ഹി ബേട്ടോ കെ ലിയെ സബ് കുച്ച് കർത്തി തി. മക്കളുടെ ഒപ്പം നടന്ന് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാതും ചെയ്തു കൊടുത്തിരുന്നത് അമ്മയായിരുന്നു. അപ്പോൾ ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. മാഹി സബ് കുച്ച് സംഭാൽത്തി തി വഹി മാ ഏക് ദിൻ ബേട്ടോ മേ കെ കന്തോ മേ ആ ഗയി. അമ്മയാണ് എല്ലാതും ചെയ്തിരുന്നത്, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയതും അമ്മ തന്നെ ആയിരുന്നു. ആ അമ്മയാണ് ഒരു ദിവസം സപ്പോർട്ടിന് വേണ്ടി സ്വന്തം മക്കളുടെ അടുത്തെത്തിയത് അല്ലേ? ക്ഷീണിതയായപ്പോൾ അല്ലെങ്കിൽ പ്രായമായപ്പോൾ അവർക്ക് മക്കളുടെ ആവശ്യം വേണ്ടി വന്നു. കന്തോ മേ ആന ഇസ്കാ മത്ലബ് ക്യാ ഹേ. ഷോൾഡറിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഉത്തരദായിത്വ അപ്നെ ഊപ്പർ ആന യാനി മാ കി ദേഖ്ഭാൽ കർനെ കി ജിമ്മേദാരി ബേട്ടോം പർ ആ ഗയി. ആ ഫുൾ ഉത്തരവാദിത്വം എവിടെ എത്തി? മക്കളുടെ കൈകളിലേക്ക് എത്തി അല്ലേ? അതുവരെ അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. അമ്മയ്ക്ക് പ്രായമായപ്പോൾ ഇനി അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മക്കൾ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം അതിനെയാണ് കന്തോ മേ ആന എന്ന് പറയുന്നത്. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. बेटे अब तक माँ की छाया में सुरक्षित रहते थे पर अब क्या हो गया. ഇതുവരെ അമ്മയുടെ ആ ഒരു ഷാഡോയിൽ അല്ലെ, അമ്മയുടെ ആ നിഴലിൽ മക്കളൊക്കെ സുരക്ഷിതരായിരുന്നു. പക്ഷെ ഇനി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ബേട്ടോ കെ പ്രതി പ്യാർ ഓർ ദുലാർ സെ രഹനെ വാലി മാ ബേട്ടോ കെ ആശ്രയ മേ ആ ഗയി. വയസ്സായപ്പോൾ അതുവരെ മക്കളെ സ്നേഹിച്ചും ലാളിച്ചും കൊണ്ടു നടന്നിരുന്ന അമ്മ ഇനി മക്കളുടെ കനിവ് കാത്ത് മക്കളുടെ സ്നേഹത്തിന് വേണ്ടി അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. അവരൊരു ആശ്രിതയായി മാറി എന്നാണ് പറയുന്നത്.
ഋഷഭ് കന്തോ മേ മാ കാ ബാരി ഹോന സെ ആപ്നെ ക്യാ സംജ. എന്താ പറയുന്നത്, ആ കരുത്തുറ്റ കരങ്ങൾക്ക് അമ്മയെ താങ്ങാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഋഷഭ് കന്ത എന്ന് പറയുന്നത് ആരുടെ കൈകളെയാണ് ഉദ്ദേശിക്കുന്നത്? ആരുടെയാണ് ബലവത്തായ കൈകൾ? സ്വന്തം മക്കളുടെ അല്ലേ. അപ്പോൾ ബേട്ടോങ്കെ ആണ് ആൻസർ. ഇനി ഋഷഭ് കന്ത എന്ന് പറഞ്ഞാൽ സശക്ത് കന്ത, അതായത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഷോൾഡർ. ഭാരി ഹോന എന്ന് പറഞ്ഞാൽ ബോജ് പന്ന, ഒരു ഭാരമായി തീരുക. അബ് തക് ബേട്ടെ കിസ്കെ ആശ്രയമേ തേ, ഇതുവരെ ആരുടെ ആശ്രയത്തിലായിരുന്നു മക്കള്? മാക്ക്. ഏക് ദിൻ മാ കിസ്കെ ആശ്രയമേ പട് ഗയി, ഒരു ദിവസം അമ്മ ആരുടെ ആശ്രയത്തിന് വേണ്ടി വന്നു? ബേട്ടോങ്കെ, മക്കളുടെ. ധീരെ ധീരെ ബേട്ടോങ്കെ സശക്ത് കന്തോമേ മേ. यहाँ ऋषभ कंधा या सशक्त कंधा से क्या अर्थ सूचित होता है? बेटों का सबल होना. कंधा बदलना എന്ന് പറയുന്നത് अपना उत्तरदायित्व किसी दूसरे की कंधों पर डालना, സ്വന്തം റെസ്പോൺസിബിലിറ്റി മറ്റൊരാളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുക. हम बदलते रहे अपने कंधे, इसका मतलब क्या है? ഞങ്ങളുടെ ഷോൾഡേഴ്സ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ആ റെസ്പോൺസിബിലിറ്റി കൈമാറിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ജബ് തക് മാ ജീവിത് രഹി ബേട്ടെ മാ കോ ഏക് ദൂസരെ കെ കന്തോ പർ ഡാൽത്തെ രഹെ, യാനി കന്തേ ബദൽത്തെ രഹെ. ഉൻകോ മാ കാ സംരക്ഷൺ ബഹുത് കഠിൻ ലഗ്നെ ലഗ. അമ്മയുടെ ജീവനുള്ളിടത്തോളം കാലം, അമ്മയ്ക്ക് പ്രായമായപ്പോൾ അവരെന്താ ചെയ്തത്? ഒരാൾ കഴിഞ്ഞ് മറ്റൊരാൾക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി കൈമാറിക്കൊണ്ടിരുന്നു. അപ്പോൾ പ്രായമായപ്പോൾ അമ്മ അവർക്കൊരു ഭാരമായി തോന്നി തുടങ്ങി. അമ്മേനെ സംരക്ഷിക്കാൻ അവർക്ക് വയ്യാതെയായി. कंधों से उतरना मतलब क्या है? അന്തിം പ്രയാൺ കർണ അർത്ഥാത് മർജാന. കന്തോസെ ഉത്തർണ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അന്തിമ പ്രയാണം, അല്ലെങ്കിൽ ആ ഒരു അമ്മയുടെ മരണമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഉത്തർ ഗയേ ഹമാരെ കന്തേ കാ മത്ലബ് ക്യാ ഹെ? ആ മക്കൾ പറയുന്നുണ്ട് അവസാനം ഉത്തർ ഗയേ ഹമാരെ കന്തേ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മാ കെ ബിനാവേ ബേസഹാരേ ഹേ, ജബ് മാ കാ അബ ഹുവാ തബ് ബേട്ടെ നിരാശ്രയ ഓർ ദുർബൽ ഹോ ഗയേ. അമ്മ ഇല്ലാതെ അവർക്കൊരു സപ്പോർട്ട് ഇല്ലാതായപ്പോൾ അവർക്ക് യാതൊരു ആശ്രയവുമില്ല, അവർ ഒറ്റപ്പെട്ട പോയ പോലെ മക്കൾക്ക് തോന്നി. അപ്പോൾ അതാണ് ഉത്തർ ഗയേ ഹമാരെ കന്തേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്